പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്ത് ചെന്നതിൻ്റെ പിന്നിൽ പല വർത്തമാനവും കേൾക്കുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് അവിടെ എത്തുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അല്ല, അദ്ദേഹം ഒരു പ്രചാരകനായിരുന്നല്ലോ. അദ്ദേഹം ഇന്ന് പ്രചാരകൻ ഒഫീഷ്യൽ പദവി ഇല്ലെങ്കിൽ പോലും അദ്ദേഹം മനസ്സിലിപ്പോഴും പ്രചാരകൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ എത്തുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് അദ്ദേഹത്തിന് എപ്പോഴും അവിടെ ചെല്ലാം. അദ്ദേഹത്തെ ഇപ്പം മോഹൻ ഭഗവത് ഇദ്ദേഹം വന്ന് BJPയുടെ ഓർഗനൈസേഷൻ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആയി പോയിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ മോഹൻ ഭഗവത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം ഇരിക്കുമായിരുന്നു. ഇത് സീനിയർ ആയിട്ടുള്ളൊരു പ്രചാരകനാണ്, അവരുടെ കാര്യകർത്താവാണ്. അപ്പോൾ അതിൽ പോകുന്നതിന് പുതിയ കാര്യമൊന്നുമല്ല, അതിൽ പൊതുവേ ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് കാലഘട്ടത്തിൽ മോഡി RSS ഓവർഷാഡോ ചെയ്തോ എന്നുള്ളൊരു ഫീല് പൊതുവെ ഉണ്ടായിരുന്നു. മോഡി അമിത്ഷാ RSSനെ പോലും ഓവർഷാഡോ ചെയ്തോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റോമിൻ്റെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കി, അവിടെ റിപ്പബ്ലിക്കാനിസമാണ് ഏറ്റവും സ്ട്രോങ് ആയി നിന്നിരുന്നത്. ആ സമയത്താണ് ജൂലിയസ് സീസർ വരുന്നത്. ജൂലിയസ് സീസർ റിപ്പബ്ലിക്കാനിസത്തെ ഒരു ഡെസ്പോട്ടിക് റോളിലേക്ക് കൊണ്ടുപോയി, ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞത്. അങ്ങനെയാണ് ജൂലിയസ് സീസറിനെ കൊല ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ പിന്നെ അതിനുശേഷം വന്നതിന് അദ്ദേഹത്തെ അനന്തരം ഒക്ടോവിയസ്, അദ്ദേഹം അവിടെ രാജാധിപത്യം, സാമ്രാജ്യത്വം, കുടുംബാധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോകത്ത് പല സമയങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ആദ്യം മഗധ ഒക്കെ ഉള്ള സമയത്ത് തന്നെ ചേതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പബ്ലിക്കൻ സംവിധാനം ഉണ്ടായിരുന്നു. ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗോത്രവർണ്ണ സംവിധാനമുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധൻ്റെ രാജ്യം ഒരു ഗോത്ര ഭരണത്തിൽ അധിഷ്ഠിതമായ രാജ്യമായിരുന്നു. മഹാവീരൻ്റെ ഗോത്രഭരണത്തിൽ അധിഷ്ഠിതമായ രാജ്യമായിരുന്നു. മഗധ എന്നാൽ അതുപോലെ ആയിരുന്നില്ല, ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആയിരുന്നു, വംശാധിപത്യമായിരുന്നു. അപ്പം പിന്നെ അവസാനം ഈ ഗോത്രാധിപത്യമുള്ള രാജ്യങ്ങളെല്ലാം പരാജയപ്പെടുകയും മഗധ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് മഗധയിൽ ആദ്യം ബിന്ദുസാരൻ, അജാതശത്രു, പിന്നെ അശോകൻ, അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് ചന്ദ്രഗുപ്തൻ, അശോകൻ, ഇവരൊക്കെ വരികയാണ്. അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചില്ല. അതുപോലൊരു കാര്യം ഇവിടെ സംഭവിക്കുന്ന പേടിയുണ്ടായിരുന്നു ആളുകൾ. ആ പേടി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് പല ആളുകളും ഇൻഡയറക്റ്റ്ലി പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടിനെയും ബാധിച്ചു എന്ന് പിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ തൊട്ടിട്ട് UP വരെ ഉള്ള പല റിസൾട്ടുകളും, കാരണം അത് കെട്ടിയിറക്കിയെന്ന് തോന്നിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അതോടുകൂടി അത്തരം തെറ്റിദ്ധാരണകളൊന്നും വേണ്ട എന്നും ദ ലാസ്റ്റ് വേർഡീസ് ഓഫ് RSS എന്ന രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തോട്ടിനെ ഒന്ന് ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സന്ദർശനം എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതായത് മാണി സാറ് പാലയിൽ പോകുമ്പോൾ പാല പള്ളിയിൽ പോയിട്ട് തന്നെ കുർബാന സ്വീകരിക്കുന്ന പോലുള്ള പരിപാടി. അല്ല, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മോദിയും RSS തമ്മിൽ ഒരു ചെറിയ ഉണ്ടായിരുന്നു. അത് അയഞ്ഞു മാറുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളതൊക്കെ വലിയ നേട്ടം. അത് മോഡിയുടെ പ്രശ്നമല്ല, മോഡിയുടെ ചുറ്റുമുള്ള ചില വൃന്ദങ്ങൾ. മോഡി ഭയങ്കരമായിട്ട് കരിഷ്മാറ്റിക് ഫിഗറായി മാറുമ്പോൾ ചില വൃന്ദങ്ങൾ ശക്തിപ്പെട്ടു. അവരിപ്പോൾ അതിലൊന്നും നദ്ദയായിരുന്നു. അതാണ് RSSൻ്റെ സഹായം ഇനി ആവശ്യമില്ല, RSSന് പണി വേണം, ഞങ്ങളുടെ പണി വേണം. അത് അന്ന് ഞാൻ വിചാരിച്ച RSS അത് വളരെ സന്തോഷത്തോട് കേൾക്കുന്നു. പക്ഷെ സന്തോഷത്തോടുകൂടി അല്ലേ കേട്ടെന്ന് റിസൾട്ട് ഒന്നും മനസ്സിലായി. അതാണ് അതിൻ്റെ കാര്യം. അല്ല, അങ്ങനെ സന്തോഷത്തോട് കേൾക്കാൻ പറ്റുമോ? കാരണം ഇവരെല്ലാം അങ്ങനെയല്ലേ വളർന്നു വന്നത്. അങ്ങനെയല്ല, സന്തോഷത്തോട് കേൾക്കാനേ വരും. RSSൻ്റെ ആഗ്രഹം എന്താണ്? ഇവരെ ഓരോരുത്തരെയും ഓരോ മേഖലയിലേക്ക് വിട്ടിട്ടുണ്ട്, അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അവിടെ ഒന്നാമതാവുക. എന്നിട്ട് RSSന് എല്ലാ മേഖലയും ലിമിറ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, അത് നിർവഹിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് RSS അല്ല. കാരണം അവൻ്റെ പ്രചാരകസിന് വേറെ പണി ചെയ്യാൻ പോവാം. അല്ല, ഇവരെപ്പോഴും ഈ രാഷ്ട്രീയ സംഘടനാ സെക്രട്ടറിയെ അയച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ RSS സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ആ വാക്കുകൾ പറഞ്ഞ രീതിയും പിന്നെ അത് മാത്രമല്ല ചില സ്ഥാനാർത്ഥി നിർണയങ്ങളും RSSന് വിഷമമുണ്ടാക്കി. അതാണ് പ്രശ്നമുണ്ടായത്. ഈ മോദി അധികാരം ഒഴിയാൻ പോകുന്നു വരെ ചിലരുടെ വ്യാഖ്യാനം ഉണ്ടാകുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു സൂചനയാണ് ഈ RSS ആസ്ഥാനത്തേക്ക് എത്തിയത് എന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം മോഡി ഇപ്പോഴും ഹെൽത്ത് വൈസ് വളരെ സ്ട്രോങ് ആണ്. വേറെ പ്രശ്നങ്ങളുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ മോഡിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല. കാരണം മോഡിയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷാ മോഡിക്ക് പകരക്കാൻ, മോഡി വളരെ സ്വാഭാവികം. അമിത്ഷാ ഇപ്പോഴും 18 പോലെ ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലപ്പോഴും BJP അടുത്ത പേടിയാണ്, അമിത്ഷാനെ പേടിയാണ്. സുരേഷ് ഗോപിനെ കേട്ടില്ലേ, മോഡി സാബ് ഇങ്ങനെ പോകുന്നു, അമിത്ഷാ അങ്ങനെ പോകുന്നു. അപ്പം അതുപോലെ യോഗി ആദിത്യനാഥ് കടുംപിടുത്തക്കാനാണ്, ഇംഗ്ലീഷ് ഒന്നും കാര്യമായിട്ട് അറിയില്ല. പിന്നെയുള്ള ഫഡ്നാവിസാണ്, ഹീസ് ടു യങ്. അപ്പോൾ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് മോഡിയെ പോലെ മാസിനെ സ്വാധീനിക്കാനും പറ്റണം, ഈ ബിസിനസ് ക്ലാസ്സിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റണം,
ഇൻ്റർനാഷണൽ വലിയ സ്റ്റാച്ചർ നിലനിർത്താൻ പറ്റണം, ശക്തമായ നിലപാടെടുക്കാൻ പറ്റണം, അമിത്ഷായ്ക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യിപ്പിക്കണം. അങ്ങനെ ആളെ കണ്ടെത്താൻ പാടാം. എല്ലാം ഒത്തിണങ്ങിയത് ഇദ്ദേഹത്തിൽ മാത്രമാണ്. അതല്ലേ പ്രശ്നം. അല്ല, ബി ജെ പിയിൽ അങ്ങനെയല്ല. നമ്മളിപ്പം വ്യക്തികളല്ല പ്രധാനമാകുന്നത്, ചില വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഗാന്ധിയുടെ സ്ഥാനത്ത് വേറെ ഗാന്ധിനെ നിങ്ങൾക്ക് ഇമേജിൻ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനത്ത് വേറെ ഇന്ദിരാഗാന്ധി നിങ്ങൾക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റില്ല. EMSൻ്റെ സ്ഥാനത്ത് വേറെ ഒരാൾ, ഈ CPIനെ തകർത്ത EMS ആണ്. അത് EMS ഈ ഡിബേറ്റിന് പോയിട്ടാണല്ലോ. EMS എനിക്ക് തർക്കശാസ്ത്രത്തിൽ വിദഗ്ധനാണ്, നമ്പൂരിയല്ലേ. അതാണ് സത്യത്തിൽ ഇവിടെ കുറേ കാലമായിട്ട് CPM മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ പിണറായി വിജയനെ നിങ്ങൾക്ക് വേറെ ഒരാളെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ തകർന്നു പോകേണ്ട പാർട്ടിയായിരുന്നു. ഇപ്പോൾ CPM നിലനിൽക്കുന്ന വേറെ കാരണങ്ങളൊന്നും സോവിയറ്റ് റഷ്യയില്ല, സോഷ്യലിസം ലോകത്തെല്ലാം അടികിട്ടിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഒക്കെ തന്നെ ക്യാപിറ്റലിസ്റ്റായി മാറുന്നു. ഇനി അല്ലാതെ നിൽക്കുന്ന കുറേയും ഈ ക്യൂബയാണെങ്കിൽ പിന്നെ എന്താണ് തകർന്നുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ പിണറായി വിജയനെ പോലെ ആൾ ഇവിടെ ഈ പാർട്ടി എത്രയും ഇവിടുത്തെ നമ്പർ 1 പാർട്ടി ഇപ്പോൾ നിലനിർത്തുന്ന ആ സ്ഥാനത്ത് നിങ്ങൾ വേറെ ആരും ആലോചിക്കാൻ പറ്റില്ല. അതാണ് കാര്യം. അങ്ങനെ ചില ആളുകളുണ്ട്. അതാണ് മോഡി. RSSന് അതിശക്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. പക്ഷേ അത് മാസുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് വേണം. RSSൻ്റെ ചട്ടക്കൂട് വളരെ സ്ട്രോങ് ആണ്. എപ്പോഴും മാസുമായിട്ട് അത് കണക്ട് ചെയ്യണമെന്നില്ല. അങ്ങനെ കണക്ട് ചെയ്യുന്ന ലിങ്ക് ഒരു കാലത്ത് അഡ്വാനിയായിരുന്നു, വാജ്പേയി ആയിരുന്നു. ഇപ്പം അത് മോഡിയാണ്. മോഡിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു RSS പറയുന്ന കാര്യം കുറച്ചും തീക്ഷ്ണമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശേഷിയുള്ള ആളാണ് എന്നുള്ളൊരു ഫീലും. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനാകാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന, എന്നാൽ ഫണ്ടമെൻ്റലായിട്ട് ഉള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളും. ഇപ്പോൾ സൗദി പോയാലും മോഡി വളരെ പ്രിയപ്പെട്ടവനാണ്. അതുപോലെ തന്നെ നോർത്ത് കൊറിയ പോയാൽ മോഡി പിന്നെ പ്രിയപ്പെട്ടവനാണ്, വിയറ്റ്നാം പോയാൽ പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ആ രീതിയിൽ ആക്സെപ്റ്റൻസ് മോഡിക്ക് കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യം. അങ്ങനെയാണ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ ഈ BJP ഇതര പ്രധാനമന്ത്രിമാർ പോലും RSS ആസ്ഥാനവുമായിട്ടും ഒക്കെ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷെ പോയിട്ടുണ്ടാവില്ല. പക്ഷേ അവരുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ഉണ്ട്. അങ്ങനെ RSS ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു സ്ട്രോങ് വോട്ട് ബാങ്കുള്ള ആരെയും അവർക്ക് പണക്കാൻ പറ്റില്ല. സ്ട്രോങ് വോട്ട് ബാങ്കോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഒരാളെ അവർക്ക് പണക്കാൻ പറ്റില്ല. ഈ മദിനി എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? മദിനി ഒരു കാലത്ത് ഇവിടെ അദ്ദേഹം മുസ്ലിംസിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റിയ ആളായിരുന്നു. ചില മണ്ഡലങ്ങളിൽ മദിനിക്ക് കുറച്ച് മുസ്ലിം വോട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മദിനിയെ പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവഗണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നാണ് RSSനെ പോലെ ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ, ഇത്രയും വലിയ വോട്ട് ബാങ്കുള്ള, ഇത്രയും സ്വാധീന ശക്തിയുള്ള, ഇന്ത്യയിൽ ഓരോ ഗ്രാമത്തിലും ഓരോ വാർഡിലും എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു ബസ്സാണ്. അതിനെ അവഗണിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊക്കെ RSSനെ കാണുന്നത് ഇപ്പോഴായിരിക്കും. പക്ഷെ RSS പണ്ടേ ഇറ്റ്സ് വെരി സ്ട്രോങ്. അത് ആളുകൾ കണ്ടില്ല നടിക്കാൻ ശ്രമിക്കരുത്. ഉള്ളിൽ കൂടെ തലയും മുണ്ടിട്ട് അവരെ പോയി കാണും, പോകാൻ പരിഗണിക്കില്ല. ഇപ്പം അത് വേണ്ട. അപ്പം അതല്ല, തലയും മുണ്ടിടാതെ തന്നെ പോയി കാണും. പക്ഷെ ഒരു കാലത്ത് ഭീതി ജനിപ്പിച്ചില്ലേ RSS ആയാലും, അല്ലേ? അല്ല, ഭീതി അതിൻ്റെ ഒരു പാർട്ടാണ്. ഭീതി എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സോഷ്യൽ ഫോഴ്സായി മാറുമ്പോൾ ഭീതി അതിൻ്റെ ഭാഗമായിട്ട് വരും. RSS സന്യസിക്കാൻ പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ. അവർക്ക് ബേസിക്കലി എന്ന് വെച്ചാൽ ഒന്ന് ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നുണ്ട്, രണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഇപ്പോൾ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില മേഖലകളിൽ ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ തീവ്രമായി ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആണ് ബാബറി മസ്ജിദ്, രാമൻ ഭൂമി അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ പാസീവായിട്ട് അത് ലിസൺ ചെയ്യപ്പെടില്ല. സ്വാഭാവികമായിട്ട് ആ സമയത്ത് സംസാരിച്ച് തെറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒച്ചയും വിളിയും ഉണ്ടാവും, അടിയുണ്ടാവും, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫൈനലി അവർക്ക് ഹിന്ദുവും രാജ്യവും അവരുടെ കൺസേണാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, സംഘർഷത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അവർ എസ്റ്റാബ്ലിഷ്ഡായി. പണ്ട് അവർ ഫ്രഞ്ചായിരുന്നു, ഇപ്പോൾ അവർ എസ്റ്റാബ്ലിഷ്ഡാണ്. അപ്പം കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഈ രണ്ട് താല്പര്യങ്ങളും, ഹിന്ദു പ്ലസ് രാജ്യം, ഇതിൻ്റെ രണ്ടിനെയും താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ എന്നുള്ള വളരെ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതപ്പം ഇത്രയും മുസ്ലിങ്ങൾ ഇത്രയും ക്രിസ്ത്യാനി ഇടവൊക്കെ പിടിച്ച് വെള്ളത്തിൽ നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നേരെ ബാബു ബജ്രംഗിനെ പോലുള്ള ചില ഭ്രാന്തന്മാരൊക്കെ വിചാരിക്കും, ഇവിടെ ചില ഭ്രാന്തന്മാരെ വിചാരിക്കുന്നുണ്ടാവും കൊന്നുകളയാന്നൊക്കെ. അത്ര എളുപ്പമൊന്നുമല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.